വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള പുണ്യമായ റജബ് മാസമാണ് നമ്മിലേക്ക് ആഗതമായിരിക്കുന്നത്. നമ്മുടെ മുൻഗാമികളൊക്കെ പണ്ടു മുതൽക്കേ റജബ് മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരാണ്. അങ്ങനെ ഇന്നും ചെയ്തു പോരുന്നവരാണ്. മാത്രമല്ല, പഴയ വല്യമ്മമാരും വല്യപ്പമാരും ഒക്കെ റജബിലെ 30 നോമ്പും ഷഅബാനിലെ 30 നോമ്പും പിന്നെ റമളാനിലെ 30 നോമ്പും എടുത്ത് അങ്ങനെ 90 നോമ്പെടുത്ത് ചെറുപെരുന്നാളിന്റെ അന്ന് പെരുന്നാൾ ആഘോഷിച്ച് വീണ്ടും 6 നോമ്പ് കൂടി എടുത്തുകൊണ്ട് 96 നോമ്പ് നോറ്റ് അതിനുശേഷം ഒരു പെരുന്നാളും കൂടി കഴിക്കുന്ന കാരണവന്മാരൊക്കെ വല്യപ്പമാരും വല്യമ്മമാരും ഒക്കെ പല നാടുകളിലും കാണാം. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പണ്ട് മുതൽക്കേ നമ്മുടെ മുൻഗാമികൾ പുണ്യ റജബിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. റജബ് മാസത്തിന്റെ വളരെ ശ്രേഷ്ഠമായ 5 മഹത്വത്തെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1. റജബുൻ ഷഹറുല്ലാ. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. എന്തേ മറ്റുള്ള മാസങ്ങളൊന്നും അള്ളാഹുവിന്റെ മാസമല്ലേ? റജബിനെ കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് റജബുൻ ഷഹറുല്ലാ, റജബ് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് പറഞ്ഞത് എന്ന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ അടിമകളായ നമ്മെ പോലത്തെ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ, ഒരുപാട് ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. വളരെയധികം ദോഷങ്ങളെ അവന്റെ അടിമകളായ നാം അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. റജബ് പാപമോചനത്തിന്റെ മാസമാണ്. റജബ് മാസത്തിൽ അധികമായി അധികരിപ്പിക്കേണ്ട ദിക്ർ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ ആണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. മാത്രമല്ല, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് കറുകറുത്ത നിന്റെ ഏടുകളെ ഒക്കെ നീ വെളുപ്പിച്ചോ ഈ പുണ്യമായ റജബ് മാസത്തിൽ എന്ന് പണ്ഡിതന്മാർ പറയുകയുണ്ടായി. അപ്പോൾ റജബ് അള്ളാഹുവിന്റെ മാസമാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. 2. ഇസ്റാ മിഅ്റാജ് എന്ന അത്ഭുത സംഭവം നടന്ന മാസം അത് റജബ് മാസമാണ്. ഈ അത്ഭുത സംഭവം നടത്താൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ റജബിനെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മൗജിസത്ത് ഏതാണ്? അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ മുന്നിൽ ലോകം എന്ന് മുട്ടുമടക്കിയിരിക്കുകയാണ്, ശാസ്ത്രം എന്ന് മുട്ടുമടക്കിയിരിക്കുകയാണ്. ആ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മുത്തനബി തങ്ങളുടെ വലിയ മൗജിസത്താണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്നത്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്ത് അവിടെ നിന്ന് ആകാശങ്ങളിലൂടെ യാത്ര ചെയ്ത് പടച്ച റബ്ബുമായി അഭിമുഖ സംഭാഷണം നടത്തിക്കൊണ്ട് തിരിച്ചു മക്കയിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് ആ രാത്രി തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്ന ആ അത്ഭുത സംഭവം നടന്ന മാസം അത് ഈ റജബ് മാസമാണ്. 3. അള്ളാഹു യുദ്ധം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. യുദ്ധം ഹലാലാക്കിയ മാസങ്ങളുണ്ട്, അതുപോലെ യുദ്ധം പാടില്ല എന്ന് പറഞ്ഞ മാസമുണ്ട്. യുദ്ധം ഹറാമാക്കിയ മാസമാണ് റജബ് മാസം. അങ്ങേറ്റം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, തന്റെ പിതാവിനെ വകവരുത്തിയ ഒരു ഘാതകനെ അന്വേഷിച്ചു നടക്കുന്ന ഒരു മകൻ, അവൻ ഘാതകനെ അന്വേഷിച്ചു അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് സഞ്ചരിച്ച് അവസാനം തന്റെ പ്രിയപ്പെട്ട പിതാവിനെ വകവരുത്തിയ ഘാതകനെ മുന്നിൽ കിട്ടുമ്പോൾ ആ ഘാതകനെ കൊല്ലാൻ ഒരുങ്ങുന്ന സമയത്ത് പോലും നോക്കണേ, അത് റജബ് മാസമാണ് എങ്കിൽ ആ പാതകം ചെയ്തു പോകരുത്. യുദ്ധം ഹറാമാക്കിയ മാസമാണ്, അള്ളാഹു ബഹുമാനിച്ച മാസമാണ്. കൊല ചെയ്യരുതേ, റജബിനെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ ക്ഷമിക്കണേ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. 4. നിസ്കാരം നിർബന്ധമാക്കിയ മാസം. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി 5 വഖ്ത് നമസ്കാരം അത് നിർബന്ധമാക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തത് പുണ്യമായ റജബ് മാസത്തെയാണ്. നാളെ മഹ്ശറാവൻ സഭയിൽ ആദ്യമായി അള്ളാഹു ചോദ്യം ചെയ്യുന്നതും അത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരണമാസന്നമായ സമയത്ത് നബി തങ്ങൾ വിഷമിച്ചത് ഭാര്യമാരെ ഓർത്തല്ല, മക്കളെ ഓർത്തല്ല, ഉമ്മത്തിനെ ഓർത്തുകൊണ്ടാണ്. മുത്തനബിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് നിസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണേ, നിസ്കാരം നിങ്ങൾ സൂക്ഷിക്കണേ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ എന്നാണ് മരണ സമയത്ത് പോലും ഹബീബായ പ്രവാചകൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇസ്റാ മിഅ്റാജ് അതല്ലെങ്കിൽ റജബ് മാസം അത് നമസ്കാരത്തിന്റെ വാർഷിക മാസം കൂടിയാണ് എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. 5. ബറക്കത്തിന്റെ മാസമാണ് റജബ് മാസം. റജബിലെ ബറക്കത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്നാണ്. റജബിലെ ബറക്കത്ത് ലഭിക്കുവാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, റജബിൽ ചെല്ലാനുള്ള ദിക്റുകൾ ചെല്ലണം, റജബിനെ ബഹുമാനിക്കണം, അതുപോലെ തന്നെ ഇസ്റാ മിഅ്റാജിന്റെ നോമ്പുകൾ അനുഷ്ഠിക്കണം. അതിനു പുറമെ റജബ് മാസം ആഗതമായി കഴിഞ്ഞാൽ റജബ് മാസത്തിലെ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി മുത്തനബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് താ, ഫീ റജബിൻ വ ശഅബാൻ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണേ തമ്പുരാനെ. റമളാനിൽ നിനക്ക് നോമ്പ് നോൽക്കുവാനും മറ്റേ ഇബാദത്ത് ചെയ്യുവാനും ഒക്കെയുള്ള ആയുസ്സിട്ട് തന്നെ, ആരോഗ്യമിട്ട് തന്നെ, ആഫിയത്തിട്ട് തന്നെ ഞങ്ങളെ സഹായിക്കണേ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയും സഹാബത്തിനോട് ദുആ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റജബ് മാസത്തിലെ ബറക്കത്തിന്റെ മാസമാണ്. അതുകൊണ്ടാണ് റജബിലും ഷഅബാനിലും നാം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് താ. റജബിലെ ബറക്കത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവന് ദുനിയാവും ആഖിറവും അവന് രക്ഷപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ ബറക്കത്ത് ലഭിക്കുവാൻ വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്യണം. അതുപോലെ റജബിനെ നാം ബഹുമാനിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.